നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജ്യോതിഷത്തിൽ രത്നങ്ങളുടെ പ്രാധാന്യം. അപ്പോൾ അതൊരു 9 ഭാഗമായിട്ട് പറയാനാണ് നമ്മൾ തീരുമാനിച്ചിരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് 7ാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മളിവിടെ പറയുന്നത്. ഇന്ന് ഇന്ദ്രനീലത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് പ്രപഞ്ചത്തിലെ പ്രകാശ ഊർജത്തിന്റെ വർണ്ണരശ്മികൾ രത്നത്തിൽ ശേഖരിച്ച് അവ ധരിക്കുന്ന ആളിലേക്ക് എത്തിക്കുന്നു. അതായത് രത്നത്തിന്റെ പോസിറ്റീവ് അവസ്ഥകളെ നമ്മിലേക്ക് പ്രസരിപ്പിച്ച് ബ്രെയിനിലേക്ക് എത്തിക്കുകയും രക്തത്തിന്റെ ഗുണവശങ്ങൾ നമുക്ക് അനുഭവവേദ്യമാക്കുകയുമാണ് സാധാരണ രത്നങ്ങൾ ചെയ്യുന്നത്. ഋഗ്വേദത്തിൽ ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജ്യോതിഷ ആചാര്യനായ വരാഹ മിഹിരാചാര്യൻ ഇതിന്റെ ഇതിനെക്കുറിച്ചും വിശദമാക്കിയിട്ടുണ്ട്. ജ്യോതിഷത്തിൽ ഉപയോഗിക്കപ്പെടുന്ന രത്നങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. അവ ആധുനിക ഭാരതീയ ജ്യോതിഷത്തിൽ നവഗ്രഹങ്ങളെ പ്രതിദാനം ചെയ്യുന്നു. അതായത് മാണിക്യം, മുത്ത്, പവിഴം, മരതകം, പുഷ്യരാഗം, വജ്രം, ഇന്ദ്രനീലം, ഗോമേതകം, വൈഡൂര്യം ഇവയാണ് അത്. ഇത് ക്രമത്തിലെ ആദിത്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം അല്ലെങ്കിൽ ഗുരു, ശുക്രൻ, മന്ദൻ അല്ലെങ്കിൽ ശനി, രാഹു, കേതു ഇവരെ പ്രതിദാനം ചെയ്യുന്നു ക്രമത്തില്. അപ്പൊ അതായത് മാണിക്യം എന്ന് പറഞ്ഞാൽ ആദിത്യനെ പ്രതിദാനം ചെയ്യണം, മുത്തെന്ന് പറഞ്ഞാൽ ചന്ദ്രനെ പ്രതിദാനം, അങ്ങനെ. ഇന്ന് ഇവിടെ വിശദീകരിക്കാൻ പോകുന്ന ഇന്ദ്രനീലം എന്ന രത്നത്തിനെ കുറിച്ചാണ്. ഇത് ശനി എന്ന ഗ്രഹത്തിന്റെ രത്നമാണ്. ഇന്ദ്രനീലത്തിന് ഇംഗ്ലീഷിൽ ബ്ലൂ സഫയർ എന്ന് പറയുന്നു. ശക്തിയേറിയതും പാർശ്വഫലങ്ങൾക്ക് സാധ്യത ഉള്ളതുമായ രത്നമായതിനാൽ ഇന്ദ്രനീല രത്നധാരണം വളരെ കരുതലോടെ വേണ്ടതാണ്. ശനി തികച്ചും പാപഗ്രഹമായതിനാൽ അതിനെ ശക്തിപ്പെടുത്തുന്ന രത്നമാണ് ഇന്ദ്രനീലം. അപ്പോ അതിനെ പാപഗ്രഹമായതിനാൽ അതിനെ ശക്തിപ്പെടുത്തുന്ന രത്നധാരണം വളരെ സൂക്ഷ്മമായി ജാതക പരിശോധനയ്ക്ക് ശേഷം വേണം ധരിക്കാൻ. ഇല്ലെങ്കിൽ നമുക്ക് എഗൻസ്റ്റ് ആയിട്ട് ഇത് പ്രവർത്തിക്കും. കാരണം ഏറ്റവും കൂടുതൽ പാപത്വം നൽകുന്ന ഗ്രഹമായതിനാൽ. ശനി ജാതകത്തിൽ പ്രധാനമായും സ്വാധീനിക്കുന്നത് മരണം, രോഗം, ദാസഭാവം, ആയുസ്, അന്യ ഭാഷാ പഠനം, അപമാനം, ദാരിദ്ര്യം, ആപത്ത്, അശൗചം എന്ന് വെച്ചാൽ ശുദ്ധിയില്ലാത്തത് അശൗചം, ഇരുമ്പ് സംബന്ധമായ തൊഴിലുകൾ, നീച സംസർഗം, അലസത, കാരാഗ്രഹം അതായത് ജയില്, ബന്ധനം, ഓർമ്മക്കുറവ്, നാശം, വാദവ്യാധി, വാദങ്ങളെ കൊണ്ടുണ്ടാവുന്ന വ്യാധികളാണ്, ഭയം തുടങ്ങിയവ. ഈ പറഞ്ഞവയുമായി ബന്ധപ്പെട്ട എല്ലാ കുറവുകൾക്കും ഇവയുമായി നല്ല ബന്ധം ഇല്ലാതെയും വന്നാൽ അതിന് കാരണം ജാതകത്തിൽ ആ വ്യക്തിക്ക് ശനി അനുകൂലമല്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ശനിയുടെ രത്നമായ ഇന്ദ്രനീലം ധരിച്ചാൽ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ നമുക്ക് അനുകൂലമായ ഫലങ്ങൾ ശനി തരും. ശനിയുടെ കുറവ് കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങൾ നിരവധിയാണ്. ഇവയെ ശനീകൃത രോഗങ്ങൾ എന്ന് പറയും. അവ വാത കഫരോഗങ്ങൾ, കാലൊടിയൽ, എപ്പോഴും കാലൊടിയ, കാലിന് വല്ല പരിക്ക് പറ്റുക, ഇതൊക്കെ ഉണ്ടാവുക. ആപത്ത്, ക്ഷീണം, അധ്വാനിക്കാൻ മാത്രമേ യോഗം ഉണ്ടാവുള്ളൂ. വെറുതെ അധ്വാനിക്കുക, എന്നാൽ അതിനനുസരിച്ചുള്ള ഫലമൊട്ട് കിട്ടുകയില്ല. ബുദ്ധിഭ്രമം, ഉദരരോഗങ്ങൾ, ഹൃദയരോഗങ്ങൾ, ഭൃത്യന്മാർക്ക് നാശം. അതായത് ഒരു ഭൃത്യനെ നമ്മളൊരു വേലക്കാരെ വെച്ചാൽ അവര് സ്ഥിരമായിട്ട് നിൽക്കൂല. അവര് ഒരാഴ്ച വരും, അവർ പോകും. അങ്ങനെ 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 അവരെ നമുക്ക് സ്ഥിരമായിട്ട് വയ്ക്കാൻ പറ്റാത്തൊരു ഗതികേട് നമുക്ക് വന്നു ചേരും. വളർത്തു മൃഗങ്ങൾക്ക് നാശം, അതുപോലെ ഭാര്യാപുത്രാദികൾക്ക് ആപത്ത്, അംഗവൈകല്യം വന്നു ചേരുക, ഹൃദയ ദുഃഖം,
മരം കൊണ്ടോ കല്ലുകൊണ്ടോ മുറിവുണ്ടാവുക, ദുഷ്ടന്മാരെ കൊണ്ട് ഉപദ്രവം ഉണ്ടാകുക, പ്രേത പിശാചുകളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ, ഈ രോഗങ്ങൾക്ക് പ്രതിവിധിയായും ഈ അവസ്ഥകൾ ഉണ്ടാകാതിരിക്കാനും ഇന്ദ്രനീലം എന്ന രത്നം ശരീരത്തിൽ അണിയുന്നത് ഉത്തമമായിരിക്കും. ശനിയുടെ ദോഷഫലങ്ങളെ അകറ്റി നിർത്തുകയും ഗുണഫലങ്ങളെ വർദ്ധിപ്പിക്കുകയുമാണ് ഇന്ദ്രനീലം ചെയ്യുന്നത്. നല്ല ഇന്ദ്രനീലം ധരിച്ചാൽ ദാരിദ്ര്യം മാറുക, ആഗ്രഹങ്ങൾ സഫലീകരിക്കുക, ധനം, ആയുസ്, അഭിവൃദ്ധി, ആഹ്ലാദം, കീർത്തി ഇവ വർദ്ധിക്കുക തുടങ്ങിയ ശുഭഫലങ്ങൾ ചെയ്യും. അപ്പോൾ രത്നങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും ജ്യോതിഷ സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും ഉപദേശങ്ങൾക്കും പ്രതിവിധികൾക്കും ദുരിത പരിഹാരങ്ങൾക്കും ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങളുടെ ഈ ചാനൽ മുഴുവനായി കാണാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നമസ്തേ.